തുതിപ്പൂവെൺതിരയലയായി പെൺകരുത്തിൻ വൻകടലുകൾ പുത്തൻ യുഗത്തിൻ പൊൻപുലരിയിൽ ഒരു പുതു തുടക്കം തുടക്കം ഉയർത്താം കൈവളകൾ കിലുങ്ങും കരങ്ങൾ സമസുന്ദര സ്വപ്നം നമുക്കായി ഇനി വഴിയെങ്ങും വിടത്താം വളർത്താം നാളത്തെ ലോകത്തിൻ ദൂതികളെ മാറുന്ന കാലത്തിൻ തോഴികളെ നാം ഒന്നിച്ചാൽ എന്നും നേടുകില്ലേ നാടിനും വീടിനും നന്മയല്ലേ കുതിപ്പൂവെൺതിരയലയായി പെൺകരുത്തിൻ വൻകടലുകൾ പുത്തൻ യുഗത്തിൻ പൊൻപുലരിയിൽ ഒരു പുതു തുടക്കം തുടക്കം നാടിനി മുതലാണിനൊരു നിഴലാവതൊരു കഥയായി നാടിനൊരു നവജീവ സങ്കര ഭീതി ഉണരുകയായി മൂലമിരുളിലുമേതു മറവിലുമാകെ കതിരുകളായി മാറി വരുമൊരു മൂല്യ സംക്രമരാശി വിടരുകയായി അലസത വിടയാം അവലത കളയാം പുതുനാടാകാശം തരിശുകൾ ഹരിതൻ മനസ്സുകൾ സഫലം തുടരാം ഈ യജ്ഞം നാളത്തെ ലോകത്തിൻ ദൂതികളെ മാറുന്ന കാലത്തിൻ തോഴികളെ നാം ഒന്നിച്ചാൽ എന്നും നേടുകില്ലേ നാടിനും വീടിനും നന്മയല്ലേ കുതിപ്പൂവെൺതിരയലയായി പെൺകരുത്തിൻ വൻകടലുകൾ പുത്തൻ യുഗത്തിൻ പൊൻപുലരിയിൽ ഒരു പുതു തുടക്കം തുടക്കം പുതു തുടക്കം. നമസ്കാരം. കണ്ണുവേണം ഇരുപുറം എപ്പോഴും, കണ്ണുവേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കും ഉൾക്കണ്ണുവേണം അണയാത്ത കണ്ണ്. തള്ളക്കോഴി കുഞ്ഞിന് നൽകുന്ന ഈ ഉപദേശം കടമ്പനിട്ടയുടെ കോഴി എന്ന കവിതയിൽ നിന്നാണ്. പുറം കാഴ്ചകളിൽ നിന്ന് അകം കാഴ്ചകളിലേക്കും ഒപ്പം ഉൾക്കണ്ണിന്റെ ജാഗ്രതയുമായി തള്ളക്കോഴികളെ പോലെ ഒരു കൂട്ടം സ്ത്രീകൾ. അതെ, കുടുംബശ്രീ വനിതകൾ സംരംഭകരും കർഷകരും ക്ലീനിംഗ് തൊഴിലാളികളും മാത്രമല്ല, മറിച്ച് നാടിന്റെ കാവലാളു കൂടിയാണ്. സാമൂഹിക സേവനത്തിന്റെ ജ്വലിക്കുന്ന കണ്ണുകളായി സദാ കർമ്മനിരതരായ കുടുംബശ്രീ വനിതകളുടെ കഥ പറയുന്ന ഈ സോഷ്യൽ റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ചെറിയ ചെറിയ കുന്നുകളും സമതലങ്ങളും പാടശേഖരങ്ങളും ഒക്കെയായി തട്ടുതട്ടായി കിടക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ ഒരു പ്രദേശമാണ് തട്ട. തട്ടുതട്ടായി കിടക്കുന്നതിനാലാണത്രേ ഈ പ്രദേശത്തിന് തട്ടയിൽ എന്ന് പേര് ലഭിച്ചത്. തട്ടയിൽ പ്രദേശത്തിന്റെ ഇപ്പോഴത്തെ പേര് പന്തളം തെക്കേക്കര എന്നാണ്. സ്വാഗതം ചെയ്യാം പന്തളം തെക്കേക്കര CDSനെ ഈ അരങ്ങിലേക്ക്. പന്തളം തെക്കേക്കര CDS മൊത്തം ADS 14, അയൽക്കൂട്ടങ്ങൾ 185, BPL അംഗങ്ങൾ 1732, APL അംഗങ്ങൾ 1368, SC അംഗങ്ങൾ 855, ST അംഗങ്ങൾ ഇല്ല. പന്തളം തെക്കേക്കരയുടെ വീരാംഗനമാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. PD സുഭാഷിണി CDS മെമ്പർ, സതിയമ്മ CDS മെമ്പർ, അമ്പിളി CDS ചെയർപേഴ്സൺ, രാജീവ് പ്രസാദ് CDSന്റെ വൈസ് ചെയർപേഴ്സൺ, സുമാദേവി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. വിധികർത്താക്കളെ പരിചയപ്പെടാം. ലാറി ബേക്കർ സെന്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസിന്റെയും കോസ്റ്റ് ഫോർഡിന്റെയും ചെയർമാനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ KP കണ്ണൻ, മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീമതി നിവേദിത P ഹരൻ, കോഴിക്കോട് സർവകലാശാല സ്ത്രീ പഠന കേന്ദ്രം മേധാവി ശ്രീമതി മിനി സുകുമാർ, ഹൈദരാബാദിലെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് കോളേജ് ഓഫ് ഇന്ത്യയിലെ അസോസിയേറ്റ് പ്രൊഫസർ ശ്രീമതി വിജയ, ബാലസാഹിത്യകാരിയും സാമൂഹ്യ പ്രവർത്തകയും ചെഷയർ ഹോമിന്റെ സെക്രട്ടറിയുമായ ശ്രീമതി വിമല മേനോൻ.
തെക്കേക്കരയ്ക്ക് പറയാൻ വിശേഷങ്ങൾ ഒരുപാടാണ്. ചർച്ചയിലേക്ക്. എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ, എത്ര കാലമായി, ഒന്ന് ചുരുക്കി പറഞ്ഞാൽ കൊള്ളാം. 2002 പന്തളം തെക്കേക്കരയിൽ കുടുംബശ്രീ പ്രവർത്തനം ആരംഭിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ കുടുംബശ്രീ പ്രവർത്തനം ആരംഭിച്ച കാലഘട്ടത്തിൽ പന്തളം തെക്കേക്കര പഞ്ചായത്തിൽ കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്കായി തെരഞ്ഞെടുത്തിരുന്നില്ല. അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതിയാണ് ഗവൺമെന്റിലേക്ക് പ്രത്യേക തീരുമാനം നൽകി എന്റെ പഞ്ചായത്തിൽ കൂടി കുടുംബശ്രീ പ്രവർത്തനം വേണം എന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2002 കുടുംബശ്രീ പ്രവർത്തനം ആരംഭിക്കുന്നത്. രണ്ടാം ഘട്ട ആശ്രയ പ്രോജക്റ്റ് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ സർവേ നടത്തി. കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് തന്നെ സർവേ നടത്തി. അപ്പൊ ആ സർവേ നടത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ആളുകൾ കൂടുതലായി പഞ്ചായത്തിൽ ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് CDS ബോധ്യപ്പെടാൻ കഴിഞ്ഞത്. ഇങ്ങനെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ എത്ര കുട്ടികളുണ്ട്? സുമാർ 17 പേരെ ഞങ്ങള് 20 പേരെ സർവേ ചെയ്ത് കണ്ടെത്തി. ഇപ്പോ സ്ഥിരമായിട്ട് ആ സ്ഥാപനത്തിൽ 10 പേര് തുടർച്ചയായിട്ട് വരുന്നുണ്ട്. സ്ഥാപനം തുടങ്ങി. അത് ജില്ലാ തലത്തിൽ തന്നെ അല്ല, സംസ്ഥാന തലത്തിൽ തന്നെ BRC ആദ്യമായിട്ടാണ് ആരംഭിച്ചതെന്ന് ജില്ലാ മിഷൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. കാരണം അതിന്റെ ഉദ്ഘാടന സമയത്ത് ജില്ലാ മിഷൻ എന്ന് പറഞ്ഞത് സംസ്ഥാന തലത്തിൽ തന്നെ BRC ആരംഭിച്ചത് പന്തളം തെക്കേക്കരയിലാണ്. പക്ഷെ അതിലുപരി മറ്റു പഞ്ചായത്തുകളിലൊക്കെ തന്നെ തിരുവനന്തപുരത്തും ഒക്കെ സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ എന്ന് പറയുമ്പോൾ സ്കൂളിന്റെ ആ ഒരു ചിട്ടവട്ടങ്ങൾക്കനുസരിച്ചാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. ക്ഷീരപദ്ധതി എന്നുള്ളൊരു ഫിലിമുണ്ട്, അത് കണ്ടിട്ട് വീണ്ടും ചർച്ചയിലോട്ട് വരാം. തട്ടയിൽ പ്രദേശത്തെ തട്ടുതട്ടായി കിടക്കുന്ന ഭൂമിയിൽ പശുവിനെ മേയിച്ച് ജീവിത വരുമാനം കണ്ടെത്തുന്ന ഒരു കൂട്ടം സ്ത്രീകളുടെ കഥയാണ് ഇന്നാദ്യം. കുന്നുകളും ചരിവുകളും കുന്നുകളുടെ ഇടയിലുള്ള പാടശേഖരവും ചേർന്നതാണ് പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്തിന്റെ ഭൂപ്രകൃതി. ഇടത്തരം കർഷകരും കർഷക തൊഴിലാളികളുമാണ് ഭൂരിപക്ഷ ജനങ്ങളും. കാർഷിക മേഖലയിലെ തകർച്ച ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഇവിടത്തെ ജനജീവിതത്തെയാണ്. അതിലൊരാളാണ് സുഭദ്രാമ്മ. ഭർത്താവിന്റെ തൊഴിലില്ലാതാവുകയും രോഗിയായി തീരുകയും ചെയ്ത അവസ്ഥയിൽ എന്തു ചെയ്യണമെന്നറിയാതെ അവർ പകച്ചുനിന്നു. സ്വന്തം ജീവിതവും മക്കളുടെ ജീവിതവും ഇഴചേർന്ന ഒരു കുടുംബത്തിന്റെ മൊത്തം ബാധ്യത ഇവർക്ക് ഏറ്റെടുക്കേണ്ടതായി വന്നു. പക്ഷേ ഇന്നിവർ സന്തുഷ്ടയാണ്. 3 പശുക്കളുള്ള ഇവർ ഇന്ന് പാൽ വിപണനം ചെയ്ത് സന്തോഷത്തോടെ കുടുംബജീവിതം മുന്നോട്ട് നയിക്കുന്നു. ഇവരുടെ ഇന്നത്തെ നിലയിലുള്ള ഉയർച്ചയ്ക്ക് കാരണം പന്തളം തെക്കേക്കരയിൽ കുടുംബശ്രീ നടത്തിയ പ്രവർത്തനങ്ങളാണ്. പഞ്ചായത്തിലെ ക്ഷീരസാഗര പദ്ധതിയിൽ ഉൾപ്പെടുത്തി 25 വനിതകൾക്ക് 2 പശുക്കൾ വീതം വിതരണം ചെയ്തു. പശു വളർത്തലിനെ സംബന്ധിച്ച് പല ഘട്ടങ്ങളിലായി സ്കിൽ ട്രെയിനിങ്ങും മറ്റു പരിശീലനങ്ങളും ഇവർക്ക് നൽകുകയുമുണ്ടായി. ഇത്തരം പ്രവർത്തനങ്ങളാണ് സുഭദ്രാമ്മയെപ്പോലെ 25 വനിതകൾ ഉയർന്ന ജീവിത വരുമാനം നേടാൻ ഇടയാക്കിയത്. ഞാൻ നേരത്തെ ഇവിടെ കൂലിപ്പണിക്കൊക്കെ പോയാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതിനുശേഷം ഇപ്പോൾ പണിയൊന്നും ഇല്ലാതെ വന്ന സമയത്ത് എനിക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ കുടുംബശ്രീയിൽ ഞാനൊരു അംഗം കൂടിയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെയർപേഴ്സണെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പിന്നെ ഈ ലോണിൻ്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് കുടുംബശ്രീ മുഖാന്തരം അവിടെ ചെന്നു. അപ്പം അങ്ങനെ ഈ ലോൺ എടുത്തതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു ജീവൻ തന്നെ വീണത്. കാരണം ജീവിക്കാൻ ഒരു ദിവസ വരുമാനമുള്ള ഒരു മാർഗം എന്നുള്ള രീതിയിൽ ഞാനിതിനെ ഏറ്റെടുക്കുകയും അങ്ങനെ എൻ്റെ 2 പശുവിനെ ലോൺ ലഭിക്കുകയും ചെയ്തു. രാവിലെ ഉണർന്ന് പശുവിനെ കറന്നതിനു ശേഷം കന്നുകുട്ടികളെ പാൽ കുടിക്കാൻ അനുവദിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ദിനംപ്രതി 50 ലിറ്ററോളം പാൽ സുഭദ്രാമ്മയ്ക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ ഭൂരിഭാഗവും അടുത്തുള്ള കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യുകയും ബാക്കി വരുന്ന പാൽ മിൽമ സൊസൈറ്റിയെ ഏൽപ്പിക്കുകയുമാണ് ചെയ്തു വരുന്നത്. ഇത്തരത്തിലാണ് ബാക്കിയുള്ള എല്ലാ കുടുംബശ്രീ അംഗങ്ങളും പാൽ വിപണനത്തിൽ ഏർപ്പെടുന്നത്. പഞ്ചായത്തിലെ പാലുൽപാദനത്തിൽ ഏകദേശം 40% പങ്കുവയ്ക്കുന്നത് കുടുംബശ്രീയിൽ രൂപീകൃതമായ ക്ഷീരസാഗരം പദ്ധതി വഴിയുള്ള യൂണിറ്റുകളിൽ നിന്നാണ്. ക്ഷീരസാഗര പദ്ധതിയിലൂടെ
28,75,000 രൂപയാണ് ചിലവായിട്ടുള്ളത്. പഞ്ചായത്തിലെ മൊത്തം പാലുൽപാദനത്തിൽ വർധന വരുത്തുന്നതിനൊപ്പം ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട പാവപ്പെട്ട സ്ത്രീകൾക്ക് അവരുടെ നിലനിൽപ്പിനാവശ്യമായ വരുമാനമാർഗം കണ്ടെത്തുകയാണ് ചെയ്തത്. മുഴുവൻ പാലായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. സൊസൈറ്റികളിൽ കൊടുക്കും. അത് കൂടുതലും വീടുകളിലാണ് കൊടുക്കുന്നത്. കാരണം സൊസൈറ്റികളിൽ അതിന്റെ ഡിഗ്രി അനുസരിച്ച് പാലിന്റെ ഗ്രേഡ് അനുസരിച്ചിട്ടാണ് വില കിട്ടുന്നത്. പക്ഷെ വീടുകളിലാകുമ്പോൾ ഇപ്പം 1 ലിറ്ററിന് 40 രൂപ കിട്ടുന്നുണ്ട്. സൊസൈറ്റിയിലാകുമ്പോൾ 32, 30, മാക്സിമം ചിലപ്പോൾ 35 വരെ കിട്ടുള്ളൂ. അല്ല, വീടുകൾ എന്തുകൊണ്ട് ഈ 8 രൂപ കൂടുതൽ തരുന്നത്? എപ്പോഴും നല്ല പാല് വീടുകളിൽ നിന്നാണ് കിട്ടുന്നത്. അതിന്റെ ഒരു വിശ്വാസമുണ്ട്. അത് ശരി. സൊസൈറ്റിയിലാകുമ്പോ എല്ലാവരുടെയും പാൽ എല്ലാ പശുവിന്റെയും പാൽ ഒരുമിച്ച് ചേർത്തല്ലേ കൊണ്ടുവരുന്നത്. അത് നല്ലതല്ലേ? അല്ല 3 ദിവസം കഴിഞ്ഞ് പ്രസവിച്ച് കഴിഞ്ഞ് കൊണ്ടുവരുന്നത് കുടി പറ്റി ചനയുള്ളതിനെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയുണ്ടല്ലേ? ഞങ്ങളൊക്കെ കവർ പാലാണ്, എവിടുന്നാ വരുന്നതെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നോണ്ട് വീടുകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്കത് വിശ്വാസമായിട്ട് ഉപയോഗിക്കാം. അത് ശരി. ഇത് തണുപ്പിച്ച് വെക്കാൻ വല്ല മാർഗമുണ്ടോ, അഥവാ അപ്പം തന്നെ കൊടുക്കാൻ? അപ്പം തന്നെ അവിടെ പത്തനംതിട്ട അടൂർ റോഡിൽ അവിടെ മിൽമ പ്രൊഡക്ഷൻ ചെയ്യുന്ന കമ്പനിയുണ്ട്. ഈ ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കാതെ എന്തിന് മറ്റു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന സൗകര്യം ഉണ്ടോന്നാ ചോദിക്കും. തൈര്, വെണ്ണ, നെയ്യ്, അതെല്ലാം മിൽമ ഡയറി ഉണ്ട്. അവിടെ ആ സൊസൈറ്റിയുടെ അടുത്ത് തന്നെ. അങ്ങനെ ചെയ്താൽ അവർക്ക് അതിന്റെ ഗുണം കിട്ടും. നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ വരുമാനം കിട്ടും. നമ്മുടെ കുടുംബശ്രീകളിൽ അത് ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതൊന്നും ആലോചിക്കണം. കിട്ടുന്ന പാൽ അന്നേരം തന്നെ ഞങ്ങൾ സൊസൈറ്റിയിൽ എത്തിക്കുകയും അതുപോലെ വീടുകളിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ശരി. പിന്നെ അതിന്റെ ചാണകമൊക്കെ എന്ത് ചെയ്യും? ചാണകമൊക്കെ വളത്തിന് ഉപയോഗിക്കുന്നത്. അവിടെ കൃഷി ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് കൃഷിയുണ്ട്, പിന്നെ മറ്റു ആവശ്യക്കാർക്കും കൊടുക്കുന്നുണ്ട്. അത് ശരി. അവിടെ പഞ്ചായത്തിലെ ചെയർപേഴ്സൺ ബയോഗ്യാസ് ഉണ്ടോ വീടുകളിലൊക്കെ? ഉണ്ട്. അത് നിങ്ങളുടെ വല്ല നേതൃത്വത്തിലാണോ, പഞ്ചായത്തിന്റെ ആണോ? കൃഷിഭവന്റെ നേതൃത്വത്തിലാണ്. അതിനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. സംഘകൃഷിയുടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? കണ്ടമുള്ളവർ, ഈ നിലം ഉള്ളവരുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം, പരാജയപ്പെടുവാന്നേ വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ കൃഷി ചെയ്തു നോക്കിയപ്പോൾ ഞങ്ങൾ ആദ്യം ചെറിയ ചേമ്പും ഏത്തവാഴ, ചീനി, ഈ കപ്പ ഇതെല്ലാമാണ് കൃഷി ചെയ്തത്. അപ്പോൾ കൃഷി ചെയ്ത് എല്ലാവരും ഞങ്ങൾ എത്ര പേരുണ്ടോ അത്രയും പേരൂടെ ചെന്ന് ചെയ്യുമ്പോൾ പിന്നെ എൻ്റെ ഭർത്താവും അവരുടെ 3 പേരുടെ ഭർത്താവും കൂടെ വന്ന് ഇത് തറ ആദ്യം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, തോണ്ടുന്നതും അങ്ങനെയൊക്കെ സഹായിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾക്ക് പ്രോത്സാഹനം കിട്ടിയതിന്റെ പേരിൽ ഞങ്ങൾ കൃഷി ചെയ്തു. അതിൽ നിന്ന് ഞങ്ങൾക്ക് ലാഭമാണ് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ വീണ്ടും കുറെ ഏറെ കണ്ടം ഞങ്ങളുടെ എൻ്റെ ഭർത്താവ് പറഞ്ഞു വേറെ വേണമെങ്കിൽ പാട്ടത്തിന് തരിച്ചു നില എടുത്തു തരാം, തയ്യാറാണെങ്കിലും. അങ്ങനെ ഞങ്ങളുടെ യൂണിറ്റിൽ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 4-5 പേർക്ക് താല്പര്യമാണ്. ഞങ്ങൾ ചെയ്തവർ കൂടാതെ ഒരാളൂടെ വന്നു. അങ്ങനെ ഞങ്ങൾ 3 ഏക്കറോളം ഞങ്ങൾ ഇപ്പൊ കൃഷി ചെയ്യുന്നു. ഈ സംഘകൃഷിയില്ലേ 5 പേര് ചേർന്ന് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, ഓരോരുത്തരും ഇത്ര മണിക്കൂർ അതിലേക്ക് ചെയ്യണം എന്നുണ്ടോ? ഞങ്ങൾ എല്ലാവരും 5 പേർക്കും കൂടെ സൗകര്യമുള്ള ഒരു ദിവസം കണ്ടെത്തും. അല്ല ഇന്ന ദിവസം നമുക്ക് വളം ഇടാൻ പോകണം, അന്നേരം 5 എല്ലാരും കൂടിയാ ചെയ്യണം. അങ്ങനെ പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ എനിക്കോ വേറെ ഒരാളിനോ സൗകര്യം ഉണ്ടെങ്കിൽ ഞങ്ങളും ചെന്ന് അത് ചെയ്യും. മറ്റവരെ പിണങ്ങിയോ നോക്കിയോ ഇരിക്കത്തില്ല. ഞങ്ങളുടെ കൃഷിയുടെ കൂട്ടായ്മയായിട്ട് ഞങ്ങൾ ചെയ്യുന്നു. വീതിക്കുമ്പോൾ എല്ലാവരും കൂടെ തുല്യമായിട്ട് എടുക്കുന്നു. സതിയമ്മയുടെ അഭിപ്രായത്തിൽ ഇതിലേത് വിളയാണ് ഏറ്റവും ലാഭകരം? ചീരകൃഷി നല്ലതാണ്, ഏറ്റവും ലാഭം. ചീര നല്ലതാണ്. ഒരു പിടിക്ക് ഇപ്പൊ 30 രൂപ വെച്ച് കൊടുക്കണം. പയറ് ഇതിനൊക്കെ നമ്മള് മരുന്ന് അടിച്ചു കൊടുക്കണം. ഇപ്പൊ പിന്നെ സോപ്പും ഈ പോയില്ല എന്ന് പറയുന്ന സാധനം കൊണ്ട് മറ്റ് കീടനാശിനി ഉപയോഗിക്കാതെ അത് തളിച്ചൊക്കെ ജൈവമല്ല സോപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 2 കൊല്ലം കൊണ്ട് ഞങ്ങൾ ജൈവകൃഷിയാണ് ചെയ്യുന്നത്. ഈ പ്രാവശ്യം ഞങ്ങളുടെ കുടുംബത്തിന് ജൈവകൃഷിയുടെ ചിങ്ങൊന്നിന്റെ ആദരിക്കലും കിട്ടിയത് ഏറ്റവും നല്ല പഞ്ചായത്തില്. അത് ഈ പാലേക്കറുടെ ക്ലാസ്സും അതിന്റെ പുസ്തകങ്ങളും എല്ലാം അടു പോയി പഠിച്ചു കഴിഞ്ഞിട്ട് ഗോമൂത്രം നാടൻ പശുവുണ്ട്, അതിന്റെ മൂത്രം എടുത്തിട്ട് പിന്നെ ഭർത്താവ് കൂടെ ഇത് കൈകാര്യം ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും എനിക്ക് അതേപ്പറ്റി കൂടുതൽ അറിയത്തില്ലെങ്കിലും അതെടുത്തിട്ട് ശർക്കര കലക്കി പിന്നെ ഞങ്ങൾക്ക് ഈ ഇരട്ടപ്പരിപ്പുള്ള പയറുവർഗം, അത് ഈ പണ്ട് ഈ കട്ടുപയറെന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പയറുകൾ പണ്ടേ ഉണ്ട്. അതിപ്പം നല്ലപോലെ അങ്ങ് വളർത്തിയിട്ട് അത് ഉണങ്ങി ടെറസിലിട്ട് ഉണക്കിയിട്ട് അത് പൊടിപ്പിച്ചിട്ട് ഇരട്ടപ്പരിപ്പുള്ള ധാന്യം വേണമെന്നല്ല. ചെറുപയറൊക്കെ വാങ്ങിച്ചാൽ നമുക്കത് മുതലാകത്തില്ല. ഇതാകുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാകും, 1 പൈസ ചെലവുമില്ല. നമ്മൾ അങ്ങനെ പൊടിപ്പിച്ച് വെച്ചിട്ട് അതുകൂടെ കലക്കി ചേർത്ത് ചക്കയുള്ള അവസരത്തിലാണെങ്കിൽ നല്ല ലാഭമാണ്. പഴവർഗത്തിന് പകരം ചക്ക
പഴം ഞെരിടും. അല്ലെങ്കിൽ പാളാന്തോടം കൃഷികൾ ഒത്തിരി ഉള്ളതുകൊണ്ട് പഴവർഗ്ഗം എപ്പോഴും കാണും. എന്നാലും ഈ മൺകലത്തിൽ നിറച്ച് വെക്കാനുള്ള കിട്ടത്തില്ല. അതിന് ചക്കയുള്ള അവസരം ഒരു 3-4 മാസം ഞങ്ങൾക്ക് അത് ഏറ്റവും വലിയ ലാഭമാണ്. ഞങ്ങളത് ചക്ക പാഴാകാതെ എടുത്ത് പഴുത്ത ചക്ക കലക്കിയിട്ട് ചണച്ചാക്ക് കൊണ്ട് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ചണച്ചാക്ക് കൊണ്ട് പിന്നെ 12 ദിവസം ഇരിക്കലേ ഇതൊന്ന് ഇളക്കി കൊടുക്കും. അങ്ങനെ 40 ദിവസം വെച്ച് കഴിഞ്ഞ് അങ്ങനെ 2 കൊല്ലം കൊണ്ട് ഞങ്ങൾക്ക് കൃഷി നല്ല ലാഭമാണ്. ഞങ്ങൾ ഒരു രാസവളവും ഉപയോഗിക്കുന്നില്ല. ഇത് കീടനാശിനിയാണോ? കീടനാശിനിയായിട്ട് ഇപ്രാവശ്യം തൊട്ട് ചെയ്ത് നോക്കുക. പിന്നെ മത്തി കഷായം ഉണ്ടാക്കും ശർക്കര ചേർത്ത്. അത് കൃഷിഭവനിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇതെല്ലാം നോക്കും. നോക്കിയിട്ട് നല്ല ക്ലാസ്സുകൾ തരും. പിന്നെ ആത്മാവിലെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ 2009 ഏറ്റവും നല്ല കർഷകയായിട്ടുള്ളത് എനിക്ക് കിട്ടിയിട്ടുണ്ട് പഞ്ചായത്തിന്റെ. ഈ വർഷം ഭർത്താവിനാണ് കിട്ടിയത്. അങ്ങനെല്ലാം കൃഷി നല്ല ലാഭമാണ്. ഞങ്ങൾ നെൽകൃഷി പിന്നെ അത്ര വിജയിച്ചിട്ടില്ല. അതിന് കൂടുതൽ പ്രോത്സാഹനം ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഈ സമ്മിശ്രിത കർഷക. പിന്നെ ആടുണ്ട്, പോത്തുണ്ട്, 3 പശുക്കളുണ്ട്, അതിന്റെ കിടാക്കളുണ്ട്, താറാവുണ്ട്, കോഴിയുണ്ട്, കാടയുണ്ട്. ഇതെല്ലാം ടെൻഡടിച്ച പോലെ ജീവജാലങ്ങളും ഉണ്ട്. അതുകൊണ്ട് മുട്ട വാങ്ങിക്കണ്ട, വിൽക്കാനുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കുടുംബം കഴിയുന്നത്. കേരളത്തില് വളരെ കുറവായിട്ട് പോത്ത് കണ്ടിട്ടുണ്ട്. പോത്തുണ്ട്. ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് പരിശീലനവും പരിചരണവും നൽകി അവരെ സ്വയം പര്യാപ്തരാക്കുന്ന പരിപാടിയാണ് ബഡ് സ്കൂൾ. ബഡ് സ്കൂളിന്റെ ദൃശ്യങ്ങളാണ് ഇനി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. വീട്ടിൽ നിന്നും വന്നതിന് ശേഷം ബഡ് സ്കൂളിലേക്ക് എൻ്റെ കുഞ്ഞ് വന്നതിന് ശേഷം അവൾക്ക് നല്ല മാറ്റങ്ങളുണ്ടായി. ഈ ബഡ് സ്കൂളിനോടും ഇവിടെ സഹകരിക്കുന്ന എല്ലാ CDS പ്രവർത്തകർക്കും ടീച്ചർമാർക്കും. ക്യാമറയ്ക്ക് മുന്നിൽ ഈ അമ്മ വിങ്ങിപ്പൊട്ടിയത് തന്റെ മകളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം കണ്ടിട്ടാണ്. അമ്മയ്ക്ക് പറയാൻ വാക്കുകളില്ല. പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ഇവർക്ക് നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് വിവരിക്കാം. 2013 ഡിസംബറിലാണ് പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS അംഗങ്ങളുടെ നേതൃത്വത്തിൽ ബഡ്സ് RC ആരംഭിച്ചത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗക്കാരാണ് വിഭിന്നശേഷിയുള്ളവർ. ഇവരെ കൈയൊഴിയാൻ പറ്റാത്തതായി സമൂഹത്തിൽ ഒരേ ഒരു വിഭാഗം മാത്രമേയുള്ളൂ, അവരുടെ രക്ഷിതാക്കൾ. പക്ഷേ രക്ഷിതാക്കൾ ജീവിതമാർഗം തേടി പുറത്തു പോകുമ്പോൾ ഇവരെ സംരക്ഷിക്കാൻ പലപ്പോഴും ആരുമുണ്ടാകാറില്ല. ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ ഇവർ ചൂഷണം ചെയ്യപ്പെടാറുമുണ്ട്. ഈ ഒരവസ്ഥയ്ക്ക് മാറ്റം വരുത്തുകയാണ് പന്തളം തെക്കേക്കരയിലെ BRC. രക്ഷിതാക്കൾ ജോലിക്ക് പുറപ്പെടും മുമ്പ് സെന്ററിന്റെ വാഹനം കുട്ടികളെയും കൂട്ടി തിരിച്ചെത്തിക്കഴിഞ്ഞിട്ടുണ്ടാകും. തുടർന്ന് അവർക്കിവിടെ കുട്ടിക്കളികളുടെയും പാട്ടിന്റെയും സൗഹൃദത്തിന്റെയും പ്രാർത്ഥനയുടെയും ആഘോഷമാണ്. സാധാരണ കുട്ടികളെപ്പോലെ ഈ കുട്ടികളെയും മുന്നോട്ട് കൊണ്ടുവരാൻ ബഡ് സെന്റർ വിവിധ പദ്ധതികൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ഇവരെ പരിചരിക്കാൻ ഒരു ടീച്ചറും ആയയും എപ്പോഴുമുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ പരിചരണമാണ് ബഡ് സെന്റർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നൽകുന്ന പരിചരണത്തിന്റെ ഭാഗമായി ഇവരുടെ സ്വഭാവശേഷി വർദ്ധിക്കുമ്പോൾ മറ്റു പരിശീലന പരിപാടികളിലേക്ക് കടക്കാനാണ് CDS ഉദ്ദേശിക്കുന്നത്. കൊച്ചു കൊച്ചു കളികളിലൂടെയും പാട്ടുകളിലൂടെയും ഇവരുടെ സ്വഭാവ വൈകൃതത്തിന് മാറ്റം വരുത്താൻ ശ്രമവും നടത്തിവരുന്നു. ഇവിടെ എത്തുന്നവർക്ക് വസ്ത്രവും ഭക്ഷണവും ബഡ് സെന്ററിൽ നിന്നാണ് നൽകി വരുന്നത്. ഇതിനുള്ള സഹായം കുടുംബശ്രീ മിഷനിൽ നിന്നും ഗ്രാമപഞ്ചായത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട്. പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്താണ് ഇത്തരത്തിലുള്ള സെന്റർ ആരംഭിക്കാൻ വേണ്ടി സ്ഥലവും കെട്ടിടവും നൽകി CDSനെ സഹായിച്ചത്. സമൂഹത്തിലെ മുഖ്യധാരയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ഇവർക്ക് കരുണയും കാരുണ്യവുമാണ് ആവശ്യം. അവരെ നമ്മോടൊപ്പം കൂട്ടാൻ പന്തളം തെക്കേക്കര CDS നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. ഫിസിക്കൽ ഡിസബിലിറ്റിയുള്ള ശാരീരികമായിട്ടുള്ള വൈകല്യമുള്ള കുട്ടികളുണ്ടോ?
നടക്കാൻ പ്രയാസമുള്ള ആരെയും കണ്ടില്ല? ഉണ്ടോ? എൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു കൊച്ചുമകള് ഇപ്പോൾ 3 വയസ്സുണ്ട്. അത് കുട്ടി അബ്നോർമൽ ബേബിയാണ്. അതിന് നടക്കാൻ സാധിക്കുകയില്ല. നടക്കാൻ പറ്റാതെ ഇപ്പോൾ അതിന് ഒത്തിരി സർജറികളൊക്കെ നടത്തി. ആദ്യം തലയെല്ലാം വല്ലാത്തൊരു ഷേപ്പിലും ഒക്കെ ആയിരുന്നു അത് ഉണ്ടായപ്പോൾ. ഇപ്പോൾ അതിന് സർജറി, ഇപ്പോൾ 4-5 സർജറി അതിന് തന്നെ നടത്തി. തലയ്ക്കും ഇപ്പം കാല് നടക്കാൻ പറ്റാതെ, കാലിൻ്റെ ഈ എടുപ്പിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് അതിനോട് ഇപ്പം ചെയ്തു വെച്ചിരിക്കുന്ന ബെൽറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുക ഇപ്പം ആ കുട്ടിക്കും. പക്ഷേ ആ കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ, ഞങ്ങൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്നതാണ്. പക്ഷേ അത് എപ്പോഴും പാട്ട് കേട്ടുകൊണ്ടിരിക്കും. പാട്ട് കേൾക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പാട്ട് കഴിയുമ്പോഴത്തേനും അടുത്ത പാട്ട് ഏതാ വരുന്നതെന്ന് അവൾ തന്നെ അങ്ങ് പാടി തുടങ്ങും. നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം തിരിച്ചിങ്ങോട്ട് പറയും. പക്ഷേ എന്നതാണെന്നോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാനായിട്ട് ആ കുട്ടിക്ക് ഇപ്പം ആയിട്ടില്ല. സംസാരിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് തിരിച്ചിങ്ങോട്ട് പറയും. പക്ഷെ ഡോക്ടർമാർ പറയുന്നത് അതിന് ബുദ്ധിക്ക് കുറെ കൂടെ വളർച്ച വരുന്നുണ്ടെങ്കിൽ അത് കുറെ കൂടെ ബെറ്റർ ആവുമെന്നാണ് പറയുന്നത്. ഇല്ല ആ സ്കൂളിൽ പോകുന്നില്ല. 3 വയസ്സേ ഉള്ളു അവൾക്ക്. എത്ര വയസ്സുള്ള കുട്ടികളെ തൊട്ടാ എടുക്കുന്നത് ബഡ്സില്? തീരെ ചെറിയ കുട്ടികൾ വരെ ഉണ്ട് ഇതില്. അവിടെ തീരെ കിടപ്പിലായ കുട്ടികളും ഉണ്ട്. ഇപ്പൊ കിടപ്പിലായ കുട്ടികൾക്ക് ഫിസിയോതെറാപ്പി പോലെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. തെറാപ്പിസ്റ്റ് വരുന്നുണ്ടോ? ഇല്ല, തെറാപ്പിസ്റ്റ് വന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ കുട്ടികളെ ഇപ്പൊ ഈ സ്ഥാപനത്തിലേക്ക് എത്തിക്കുന്നില്ല. അപ്പൊ അല്ലാതെയുള്ള കുട്ടികൾ മാത്രമേ ഉള്ളൂ ഈ സ്ഥാപനത്തിലേക്ക് വരുന്നത്. ഈ വരുന്ന കുട്ടികളുടെ കൂടെ അവരുടെ അമ്മമാര് വരുന്നുണ്ടോ? ഇല്ല വരുന്നില്ല. അമ്മമാര് വരുന്നില്ല. ടീച്ചർ, ഞാൻ ചോദിച്ചത് കുടുംബശ്രീയുടെ ആദ്യത്തെ ബഡ്സ് തുടങ്ങിയത് തിരുവനന്തപുരത്ത് വെങ്ങാനൂരാണ്. ആദ്യത്തെ സ്കൂൾ തുടങ്ങി. അപ്പൊ അതിന്റെ പ്രിൻസിപ്പലായിട്ട് ഞാൻ 3 വർഷം ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഓരോ കുഞ്ഞിന്റെയും കൂടെ അതിന്റെ അമ്മമാരും കൂടെ വരണം എന്നുള്ളത് അവർ ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന എന്ത് സർവീസാണോ അത് അമ്മമാര് കാണണം. അതേപോലെ തന്നെ അവരെ ട്രീറ്റ് ചെയ്യുന്ന വീട്ടിലും അതേ തരത്തിലുള്ള ഒരു ശുശ്രൂഷയാണ് അവർക്ക് കൊടുക്കേണ്ടത്. അപ്പൊ ഫിസിയോതെറാപ്പി കൊടുക്കുമ്പോഴും തെറാപ്പിസ്റ്റ് എന്തെല്ലാം എക്സസൈസാണ് ചെയ്യിക്കുന്നത്, തെറാപ്പിസ്റ്റ് വന്നില്ലെങ്കിൽ ഈ അമ്മമാർക്ക് തന്നെ അത് കൊടുക്കാൻ പറ്റണം. ആ രീതിയിലാണ് വരേണ്ടത്. അപ്പോൾ അമ്മമാരും കൂടി വരാനായിട്ട് പറയണം. ആദ്യകാലങ്ങളിൽ അമ്മമാര് സ്കൂളിൽ എത്തിയിരുന്നു. പക്ഷെ ഇപ്പോ അമ്മമാര് വരുന്നില്ല. കാരണം ടീച്ചറോ ആയോ ആരെങ്കിലും ഒരാൾ വാഹനത്തിൽ വീടുകളിൽ. സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ആണോ ഇവിടെ ഉള്ളത്? ക്വാളിഫൈഡ് ആയിട്ടുള്ള പരിശീലനം കിട്ടിയവരാണോ? അല്ല, അതിനുള്ള പരിശീലനം കിട്ടിയിട്ടില്ല. കുടുംബശ്രീ സംസ്ഥാന മിഷൻ 2 പ്രാവശ്യമായിട്ട് അതിൽ ടീച്ചർക്ക് പരിശീലനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതുള്ള പ്രത്യേക സ്പെഷ്യൽ സ്കൂളിന്റെ പരിശീലനം കിട്ടിയിട്ടില്ല. അതുപോലെ എത്ര കുട്ടികളാണ് ഇതിനകത്തുള്ളത്? ഇവിടെ ഇപ്പൊ സ്ഥിരം വരുന്നത് 10 കുട്ടികളുണ്ട്. 10 കുട്ടികൾക്ക് എത്ര ടീച്ചറുണ്ട്? അവിടെ ഒരു ടീച്ചറും ഒരു ആയയും മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് 1-to-1. അല്ല, അതാണ് ഇപ്പൊ ടീച്ചർ പറഞ്ഞില്ലേ, അമ്മമാര് കൂടി വരികയാണെങ്കിൽ അമ്മമാരോ അവരെ നോക്കുന്ന ആരായാലും അച്ഛന്മാരായാലും ശരി, അവര് വന്നു കഴിഞ്ഞാൽ ഇവര് ചെയ്യുന്ന ഈ രീതികൾ അവർക്ക് കണ്ടുപിടിക്കാം. അതുമല്ല, അവർക്ക് വളണ്ടിയർ എന്നുള്ള നിലയ്ക്ക് ടീച്ചർമാരെ സഹായിക്കുക. മദർ വളണ്ടിയേഴ്സോ ഫാദർ വളണ്ടിയേഴ്സോ ആയിട്ട് വരുന്നതും നല്ലതാണ്, നല്ല നിർദ്ദേശമാണെന്നുള്ളതാണ്. നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. പഞ്ചായത്ത് ഇവർക്ക് കെട്ടിടം സ്ഥലത്തിൽ നിർമ്മിച്ച് കൊടുത്തില്ല. അതെങ്ങനെ പ്ലാൻ സ്കീമാണോ? പ്ലാൻ ഫണ്ട് വെച്ച് ചെയ്തതാ. ഞാൻ വരുന്നതിന് മുന്നേ ഉള്ള ഭരണസമിതി കെട്ടിടം പണിതിട്ടിരുന്നതാ. ഇപ്പൊ ഇവർക്ക് ആവശ്യമാണെന്ന് പറഞ്ഞപ്പോ ആ ഒരു കെട്ടിടം ഒഴിഞ്ഞു കിടന്നു. അവർക്ക് സ്കൂള് തുടങ്ങണമെന്ന് പറഞ്ഞു. ഞങ്ങളത് വിട്ടുകൊടുത്തു. ഇവരുടെ ശമ്പളം പഞ്ചായത്തിൽ നിന്നാണോ? ടീച്ചേഴ്സിന്റെ നമുക്കിനി ഒന്നുകൂടി ഉണ്ട് ഒരു ഫിലിം. അത് കഴിഞ്ഞ് മറ്റു പല പ്രവർത്തനങ്ങളുടെയും അറിയാനുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് ഒരു കുഞ്ഞാടിനെ വാങ്ങി വളർത്തി വലുതാക്കി വലിയ തുകയ്ക്ക് വിറ്റ് ആ തുക കൊണ്ട് ചെറുതും വലുതുമായ ചെലവുകൾ പരിഹരിക്കുന്ന ഒട്ടനവധി സ്ത്രീകൾ പന്തളം തെക്കേക്കരയിലുണ്ട്. നമുക്കിനി ഈ സ്ത്രീകളുടെ കഥകളൊന്ന് കേൾക്കാം. രാജാമണിയമ്മ. വളരെയധികം കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു ഇവരുടെ ജീവിതം. മുന്നോട്ടുള്ള ജീവിതമാർഗം പ്രതിസന്ധിയിലായപ്പോഴാണ് കുടുംബശ്രീയുടെ ആടുഗ്രാമം പദ്ധതിയുമായി സഹകരിച്ച് മുന്നോട്ടു പോകാൻ ഇവർ തീരുമാനിച്ചത്.
ഞാൻ ആട് വളർത്തൽ തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞു. ഇതിനു മുമ്പ് എനിക്ക് വളരെ ബുദ്ധിമുട്ടിയാണ് എൻ്റെ ജീവിതം കഴിഞ്ഞുകൂടിയിരുന്നത്. ഞങ്ങൾ സാമ്പത്തികമായിട്ടും വളരെ താഴ്ന്ന നിലയിലുള്ളവരായിരുന്നു. ഈ ആട് വളർത്തൽ തുടങ്ങിയതോടുകൂടി ഞങ്ങളുടെ ജീവിതം ഒരുവിധം പച്ച പിടിച്ചു തുടങ്ങി. കുടുംബശ്രീയാണ് എനിക്ക് ഇതിന് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്തു തന്നത്. പന്തളം തെക്കേക്കരയിലെ പാവപ്പെട്ട 100 വനിതകളെ ഉൾപ്പെടുത്തി CDS ആരംഭിച്ച അഭിമാനകരമായ പദ്ധതിയാണ് ആടുഗ്രാമം. വിവിധ അയൽക്കൂട്ടങ്ങളിൽ നിന്നുള്ള 5 അംഗങ്ങൾ ഉൾപ്പെടുന്ന 25 ഗ്രൂപ്പുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇവർക്കെല്ലാം കൂടി 500ഓളം ആടുകൾ വിതരണം ചെയ്തു. പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീകൾക്ക് കുടുംബശ്രീയുടെയും വെറ്റിനറി വകുപ്പിന്റെയും നേതൃത്വത്തിൽ 4 ഘട്ടങ്ങളിലായി പരിശീലനം നൽകുകയുണ്ടായി. പദ്ധതിയുടെ മൊത്തം മുടക്കുമുതൽ 30 ലക്ഷം രൂപയാണ്. ഒരു ഗ്രൂപ്പിന് 1,50,000 രൂപ വായ്പയും നൽകി. കുടുംബശ്രീ സബ്സിഡിയായി മൊത്തം 10 ലക്ഷം രൂപയും പഞ്ചായത്ത് സബ്സിഡിയായി 4 ലക്ഷം രൂപയും ഇതിനായി വിനിയോഗിച്ചു. കുടുംബശ്രീ നൽകിയ പ്രോത്സാഹനവും സഹായവും നിമിത്തം രാജാമണി അമ്മയെപ്പോലെ പഞ്ചായത്തിലെ 100ഓളം സ്ത്രീകൾ ഇന്ന് ഉയർന്ന ജീവിതം നയിക്കുന്നു. 500ഓളം ആടുകൾ വിതരണം ചെയ്തതിനു ശേഷം ഉൽപാദനത്തിലൂടെ ഉണ്ടാകുന്ന ആടിനെയും അവയുടെ കുട്ടികളെയും വരുമാനത്തിനനുസരിച്ച് വിറ്റഴിക്കുന്നു. ആട്ടിൻപാൽ ഗാർഹിക ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നു. ആടുഗ്രാമം പദ്ധതിയിലൂടെ പന്തളം തെക്കേക്കര പഞ്ചായത്തിൽ ആടുൽപാദനത്തിൽ വർധനവുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ അജമേള സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുടുംബശ്രീ പ്രവർത്തകർ. ഈ ആട്ടിൻപാൽ എന്ത് ചെയ്യും? വീട്ടുപയോഗത്തിന് മാത്രമേ ഉള്ളൂ. പുറത്താരും അങ്ങനെ ആട്ടിൻപാലിന് വരുന്നില്ല. പിന്നെ ബാക്കി നമ്മളെ കുട്ടികൾക്ക് തന്നെ കൊടുക്കുകയാണ്. ആടിന്റെ കുട്ടികൾക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് വളർന്നു. എത്ര പേർക്ക് ഈ പദ്ധതിയിൽ ആട് കിട്ടിയിട്ടുണ്ട്? എനിക്ക് എന്റെ എനിക്ക് 25 ആട് 5 ആടിനെയാണ് കിട്ടിയത്. 25 ആടിനെ എനിക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരും 15 എണ്ണത്തിന് ഞാൻ പുറത്തു കൊടുത്തു. 10 ആട് കൊടുത്തു. വീട്ടിലുണ്ട്. ആണാടാകുമ്പോ നമുക്ക് കൂടുതൽ വില കിട്ടും. പിന്നെ പെൺകുട്ടിയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നിർത്താനുള്ള ഒരു മനസ്സോടെ കാണും. കാരണം അവിടെ ജെൻഡർ കുട്ടികളൊക്കെ ഉള്ളപ്പോ കുഞ്ഞാടാവുമ്പോ അവർക്ക് കൊടുക്കാനുള്ള ഒരു പാല് കിട്ടും. വീട്ടാവശ്യത്തിന് പാലെടുക്കാം. ബാക്കി പുറത്തങ്ങനെ ആട്ടുംപാൽ അവിടെ മറ്റ്. അപ്പൊ എങ്ങനെ എത്ര സമയം നിങ്ങൾക്ക് ഇതിനു വേണ്ടി ചെലവഴിക്കണം? ഞാൻ രാവിലെ ഞാനൊരു ടൈം ടേബിൾ പോലെയാണ് ചെയ്തത്. രാവിലെ എന്നും അതിന് നമ്മൾ അഴിച്ചിറക്കിയിട്ട് അതിനുള്ള തീറ്റ കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോ CDS മെമ്പറോട് ആയതുകൊണ്ട് നമുക്ക് മറ്റ് കാര്യത്തിലൂടെ പോകേണ്ടതുകൊണ്ട് എല്ലാത്തിനും ഒരു സമയനിഷ്ഠ അങ്ങനെ ആടുകൾക്ക് വെച്ചിട്ടുള്ളത് കൊണ്ട് എപ്പോഴും അങ്ങനെ തീറ്റയ്ക്കായിട്ട് പോകേണ്ട കാര്യമില്ല. കാരണം ഒരുപാട് തീറ്റ കൊടുത്താൽ ഇത് ചവിട്ടി തേച്ച് വെറുതെ വേസ്റ്റ് ആക്കി കളയത്തേ ഉള്ളൂ. അപ്പൊ കുറേശ്ശെ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ക്ലാസ്സുകൾക്ക് തന്നായിരുന്നു. GET EDP ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഈ ഗോഡ് ഫാം സന്ദർശിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് കിട്ടിയ അനുഭവം ഒരുപാട് തീറ്റ നമ്മൾ കൊടുത്തത് കൊണ്ട് പ്രയോജനം ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞു. കാരണം ഇത് വെറുതെ ഇങ്ങനെ വേസ്റ്റ് ആയി പോകും. അപ്പൊ പിന്നീട് അതുകൊണ്ട് അത് കൊടുത്തോളം നമുക്ക് ഇത് പ്രയോജനം വരത്തില്ല. അപ്പൊ അതിന് കുറേശ്ശെയായിട്ട് കൊടുത്താൽ നമ്മൾ അതിന്റെ ആടിന്റെ തീറ്റയെന്നും പറഞ്ഞൊരു ഇതുണ്ട്. അത് ചേർത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ. നിങ്ങൾ ഈ കുടുംബശ്രീ പ്രവർത്തനമായിട്ട് പുറത്തു പോകുമ്പോഴേ വീട്ടില് വേറെ ആരാ അതിനെ നോക്കുന്നത്? അമ്മയുണ്ടായിരുന്നു. അമ്മയുണ്ട്. പിന്നെ ഭർത്താവ് എന്ത് ചെയ്യുന്നു?
ഭർത്താവ് നേരത്തെ നാട്ടിലായിരുന്നു, ഓട്ടോ ഡ്രൈവറാണ്, ഓട്ടോ ഓടിക്കുമായിരുന്നു. അത് ശരി. അപ്പൊ അദ്ദേഹത്തിന് ആടിനെ നോക്കാനൊന്നും സമയം കിട്ടൂല. അല്ല, ഭർത്താവിന് ഇഷ്ടമായിരുന്നു ആട്ടിൻകൂടൊക്കെ നിർമ്മിക്കാനും. ആടിന്റെ പദ്ധതിയായിട്ട് വന്നപ്പോ ആദ്യമേ ചോദിച്ചു, ആടിനെയാണ് കൂടുതൽ ഇഷ്ടം. സമയം ഉണ്ടാവുമെന്ന് ചോദിച്ചിരുന്നു. പക്ഷെ ആള് വന്നു കഴിഞ്ഞപ്പം പുള്ളിക്ക് ഭയങ്കര താല്പര്യമായി. ആടിനെ തീറ്റിയെടുക്കാൻ പോകാനായാലും ഇപ്പൊ എവിടെയെങ്കിലും പ്ലാവൊക്കെ വെട്ടുന്ന, പ്ലാവൊക്കെ ഇഷ്ടംപോലെ ഉള്ള സ്ഥലമാണല്ലോ, അപ്പൊ വെട്ടുന്ന സമയത്ത് ഓട്ടോയിൽ പോയി പ്ലാൻ തൂപ്പ് കൊണ്ടുവരാനും ഒക്കെ സഹായിക്കുമായിരുന്നു. എന്റെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ്. മക്കൾക്കും ഇഷ്ടമാണ്. അപ്പൊ അവരുടെ കൂട്ടുകാരുമാണ്. അതെ അതെ അതെ. ആട്ടിൻകുട്ടികളെ കൊടുക്കുമ്പോ നമ്മൾ വിൽക്കുമ്പോ ഭയങ്കര വിഷമമാണ് അവർക്ക്. ഇത് വിൽക്കുമ്പോൾ എത്ര വില കിട്ടും? ആൺകുട്ടിയാണെങ്കിൽ, നല്ല ആൺകുട്ടിയാണെങ്കിൽ 8,000 9,000 രൂപയോളം നമുക്ക് കിട്ടും 6-7 മാസമാകുമ്പോൾ. പെൺകുട്ടിയാണെങ്കിൽ 2,500 തൊട്ട് 3,000. നമ്മൾ പിന്നെ നമ്മുടെ അടുത്തുള്ള ആൾക്കാർ പെൺകുട്ടികളെ ആ പെണ്ണാട്ടിനെ ചോദിച്ചു വരുമ്പോൾ നമ്മൾ ഒരുപാട് വില അങ്ങനെ ഈടാക്കത്തില്ല. കാരണം കുടുംബശ്രീ അംഗങ്ങളായിരിക്കും അവര്. അതുകൊണ്ട് തന്നെ അവർക്കും വളർത്താനുള്ള ആഗ്രഹം കൊണ്ട് വരുന്നതുകൊണ്ട് 2,500-3,000 രൂപയ്ക്കകത്ത് 4-5 മാസമാവുന്ന ആട്ടിൻകുട്ടികളെ നമ്മൾ നൽകുന്നുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ ബാക്കിയെല്ലാം അവിടെ 6 ഗ്രൂപ്പുണ്ട് അവിടെ. അപ്പൊ എല്ലാ പഞ്ചായത്തിന്റെ മൊത്തവും കണക്ക്, CDCന്റെ മൊത്തം കണക്ക് വെച്ച് നമ്മളൊരു ആട്ടുചന്ത അവിടെ രൂപീകരിക്കാനുള്ള ഒരു ശ്രമം കൂടെ ഞങ്ങള് ജില്ലാ മിഷൻ ഞങ്ങളോട് പറഞ്ഞു. അത്രയധികം ആടുകളുണ്ടോ? അത്രയധികം ആടുകൾ ഇപ്പോൾ നടത്താൻ. ഈ വർഷം തൊട്ടടുത്ത ഒരു പഞ്ചായത്ത് ആടുഗ്രാമം പദ്ധതി വെച്ചിട്ടുണ്ട്. ഞങ്ങളോട് 50 ആടിനെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മാസം ഫെബ്രുവരിയിൽ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കൊടുക്കാൻ താല്പര്യമുള്ള ആളുകളുടെ കണക്കെടുത്തു. കൊടുക്കാനുള്ള ആടുണ്ട് ഉണ്ട്. അപ്പോൾ ഇപ്പൊ ഈ മാസം പകുതിയോടുകൂടി ഞങ്ങൾ ഒരു ആട് ചന്ത ഉൽപാദന കേന്ദ്രമാവാനുള്ള സാധ്യതയുണ്ട്. നല്ലൊരു വരുമാന മാർഗമാണ് സാർ. അതിനുള്ള ഇലയൊക്കെ കിട്ടും. ഇല ഇഷ്ടംപോലെ അഴിച്ചു കെട്ട സ്ഥലമുണ്ട്. പറഞ്ഞു ഇനി ഒരു അജമേള നടത്താം. അതെ അതെ, ഈ മാസം. ഇനി ഗജമേളയ്ക്ക് പകരം കേരളത്തിൽ അജമേളകളായി. ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കുന്ന ഒരു മാർഗമാണ്. 6 മാസം കണ്ടിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പ്രസവത്തിൽ തന്നെ ഒരു പ്രസവത്തിൽ 2 കുട്ടികൾ വരും, ചിലപ്പോൾ 3 കാണാം. അപ്പൊ നമുക്കത് നല്ല രീതിയിൽ അതിനെ നമ്മൾ പരിപാലിച്ചെടുക്കുകയാണെങ്കിൽ നല്ല വരുമാനം ഉണ്ടാകാവുന്ന, നമുക്ക് സ്വയം പര്യാപ്ത. എന്തോ മാസം എത്രയായിരിക്കും നമുക്ക്? പക്ഷെ ചെലവ് കുറെ കൈത്തീറ്റ കൊടുത്തെങ്കിലേ ഇത് നമുക്ക് നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ. പ്രത്യേക തീറ്റ വല്ലതും ഉണ്ടോ? എന്നും പറഞ്ഞ് ഉണ്ട്, അത് കൊടുക്കും. മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കും. പിന്നെ നമ്മുടെ മറ്റ് പുളിയരിപ്പൊടി, പിണ്ണാക്ക ഇത് വേവിച്ച് കൊടുക്കും. പിന്നെ പച്ചലയാണ്. ഈ ഒരാടിന് മാക്സിമം എത്ര പാല് കിട്ടും? 4 ഗ്ലാസ് പാല്. കുട്ടികളെ കുടിപ്പിക്കുക. നമ്മുടെ ആവശ്യത്തിന് മാത്രമേ എടുക്കത്തുള്ളൂ. ബാക്കി ആരും വാങ്ങിക്കാൻ വിപണി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കുട്ടികൾക്ക്, ആടിന്റെ കുട്ടികൾക്ക് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ പകൽ മൊത്തം ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുന്ന ആയതുകൊണ്ട് അത് കൂടെ വന്ന് ആട്ടിൻകുട്ടികൾ ഇങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ പെട്ടെന്ന് അതുകൊണ്ട് മറ്റു ചില കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ഈ കുടുംബശ്രീ ഉള്ള ഒരു പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷം സ്ത്രീകളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം. കുടുംബശ്രീ വന്നതിന് ശേഷം നല്ല മാറ്റമുണ്ട്. ഇതിൽ പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷെ കുടുംബശ്രീ വന്നതിന് ശേഷമാണ് എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് നേട്ടങ്ങളും ഉള്ളത്. നേട്ടം എന്ന് പറയുമ്പോൾ ഞാനൊരു ജനപ്രതിനിധിയായിരുന്നു. 5 വർഷം എന്റെ പഞ്ചായത്തിന്റെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ്. പക്ഷെ ഞാനിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് കുടുംബശ്രീ വരുന്നതിന് മുൻപുള്ള കാലഘട്ടമാണ്. ഞാൻ 95 മുതൽ 2000 വരെയുള്ള സമയത്താണ് ഇരിക്കുന്നത്. ആ സമയത്ത് എന്റെ പഞ്ചായത്തിൽ കുടുംബശ്രീ ഇല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് മത്സരിച്ചതും ജയിച്ചതും പ്രസിഡന്റ് ആയതും ഒക്കെ തന്നെ. പക്ഷെ അന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വ്യക്തി മാത്രമായിരുന്നു. അന്നത്തെ എൻ്റെ ഒരു വാർഡാണ് ഇപ്പൊ 3 വാർഡായിട്ട് വിഭജിച്ചിട്ടുള്ളത്. അപ്പൊ അത്രയും സ്ത്രീ ഉണ്ടായിരുന്നു ആ ഒരു വാർഡിന് തന്നെ. അപ്പോ അന്ന് ഗ്രാമസഭ, എന്റെ ആദ്യ ഗ്രാമസഭ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒറ്റ സ്ത്രീകൾ പോലും ഒരു ഗ്രാമസഭയിൽ പങ്കെടുത്തിരുന്നില്ല. ഞാനൊരു വനിത മെമ്പർ ആയതുകൊണ്ട് അല്ലെങ്കിൽ പ്രസിഡന്റ് ആയതുകൊണ്ട് മാത്രം ഞാനൊരു വ്യക്തി മാത്രമാണ് ഒരു വനിതയായിട്ട് ആ ഗ്രാമസഭയിൽ ഉണ്ടായിരുന്നത്. അന്ന് കഷ്ടിച്ച് 50 പേരെ തികച്ചുകൊണ്ടാണ് അന്നത്തെ ആ ഗ്രാമസഭ ഞങ്ങൾ കൂടുന്നത്. പക്ഷെ അന്ന് ഗ്രാമസഭ എന്താണെന്ന് പോലും അറിയില്ല. പക്ഷെ ഇന്നത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇന്ന് നേരെ തിരിച്ചാണ്. പുരുഷന്മാര് വിരലിലെണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. എല്ലാവരും സ്ത്രീകൾ മാത്രമാണ് വരുന്നത്. അതും കുടുംബശ്രീ അംഗങ്ങളാണ് വരുന്നത്. അപ്പൊ അത് ഒരു വലിയ മാറ്റമാണ് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ. കാരണം അന്നത്തെ എൻ്റെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട്. അത് പ്രത്യേകിച്ചും എനിക്ക് ഇന്നത്തെ സാഹചര്യമായിരുന്നുവെങ്കിൽ അന്ന് എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടാകില്ലായിരുന്നു. കാരണം ഇന്നത്തെ സാഹചര്യം എന്ന് പറയുമ്പോൾ കുടുംബശ്രീയിൽ വന്നതിന് ശേഷമാണ്
എനിക്ക് ഒരുപാട് മാറ്റം ഉണ്ടായതും ഞാൻ ഇങ്ങനെ ആയിത്തീർന്നതും. പ്രസിഡന്റ് ആയത് ഒരു ശരിയാണ്, പക്ഷെ അതിൽ കൂടുതൽ അനുഭവങ്ങൾ എനിക്കുള്ളത് കുടുംബശ്രീയിലാണ്. ഏറ്റവും കൂടുതൽ അതെ മനസ്സിൽ സന്തോഷത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് കുടുംബശ്രീയിലാണ്. അത് ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ പ്രവർത്തിച്ചു, പക്ഷെ അതിലുപരി എനിക്ക് മനസ്സിന് സന്തോഷം തരുന്നതും എനിക്ക് സ്വന്തമായി കാര്യങ്ങൾ ഇന്നത് ചെയ്താൽ വിജയിക്കുന്നതാണ്, ഇന്നത് എനിക്ക് മേഖലയിൽ ഇടപെടാൻ കഴിയും, അത് സ്വന്തമായി തീരുമാനമെടുത്ത് നടപ്പിലാക്കാനും ചെയ്യാനും കഴിഞ്ഞിട്ടുള്ളത് എനിക്ക് കുടുംബശ്രീയിലെ CDS മെമ്പറായിട്ട് ആയിരുന്നു. അതിനുശേഷം ചെയർപേഴ്സൺ ആയതിനു ശേഷവുമാണ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇല്ല, നിങ്ങൾ പറഞ്ഞിരിക്കുന്നതിൽ സമൂഹത്തിലെ അഴിമതിക്കും ദുരാചാരങ്ങൾക്കുമെതിരെ പോരാടാൻ ധൈര്യം കാണിക്കുവാൻ തുടങ്ങി. അതെ, കുടുംബശ്രീ അംഗങ്ങൾ എല്ലാവരും പല ഉദാഹരണം പറയാമോ? അതെ, മദ്യത്തിനെതിരെ കുടുംബശ്രീ അംഗങ്ങൾ കൂട്ടായിട്ട് മദ്യഷാപ്പിനെതിരെ പ്രശ്നം നടത്തിയിട്ടുണ്ട്. അത് വീടുകളിൽ ചാരായ വാറ്റ് നടത്തിയിട്ട് സ്ത്രീകൾ വരെ ചെയ്യുന്നതുണ്ടായിരുന്നു കുടുംബശ്രീ വരുന്നതിന് മുമ്പ്. അപ്പൊ അതിനുശേഷവും ചില സ്ത്രീകൾ അതിലേക്ക് നിൽക്കുന്നവരുണ്ടായിരുന്നു, മാറാതെ നിൽക്കുന്ന ആളുകളുണ്ടായിരുന്നു. പക്ഷെ അതിന് കുടുംബശ്രീ അംഗങ്ങൾ തന്നെ ഒറ്റക്കെട്ടായിട്ട് ആ പ്രദേശത്ത് ചെന്ന് അതിനെതിരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് നിർത്തലാക്കിയിട്ടുണ്ട്. ചാരായ വാറ്റ് വീടുകളിൽ നിന്ന് ഒഴിവാക്കിയ സംഭവങ്ങൾ കുടുംബശ്രീക്ക് അതിൽ ഇപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും പഞ്ചായത്തുകൾ ഇല്ല, ഒട്ടുമില്ല. ഇല്ല. പീഡനങ്ങൾക്കും എതിരെ സമൂഹ മനസാക്ഷിയെ ഉയർത്തിക്കൊണ്ടുവന്നു. പീഡനങ്ങളൊന്നുമില്ല അവിടെ. പക്ഷെ കുടുംബപരമായിട്ടുള്ള ഭാര്യാഭർത്തൃ പ്രശ്നങ്ങളുണ്ട്. അത് പരാതികളും വരുന്നുണ്ട് പഞ്ചായത്തിലേക്ക്. അതെ, ഞങ്ങൾക്ക് ജെൻഡർ കോർണർ ഉണ്ട് CDSൽ. അത് CDSന്റെ ജെൻഡർ കോർണറിലേക്ക് പരാതികൾ അത്തരത്തിൽ വരുന്നില്ല. പക്ഷെ അതിലുപരി ഞങ്ങൾക്ക് ശക്തമായിട്ട് തന്നെ പഞ്ചായത്തിൽ ജാഗ്രതാ സമിതി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ആ ജാഗ്രതാ സമിതിയിലേക്കാണ് ആദ്യം പരാതികൾ എല്ലാവരും നേരിട്ട് കൊടുക്കുന്നത്. കാരണം എനിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവര് നേരിട്ട് ഒന്നിൽ ആ വാർഡ് മെമ്പറോട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വാർഡ് തലത്തിലും ജാഗ്രതാ സമിതിയുണ്ട്. അപ്പൊ ഒന്നിൽ അവിടെ പറയും, അതല്ലെങ്കിൽ നേരിട്ട് തന്നെ പഞ്ചായത്തിലേക്ക് വരും. അപ്പൊ അങ്ങനെ ജാഗ്രതാ സമിതിയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ തീർക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ജെൻഡർ കോർണറിലേക്ക് അല്ലെങ്കിൽ പരാതി പെട്ടിയിലേക്ക് ഞങ്ങൾക്ക് പരാതികൾ വരുന്നുണ്ട്. ബാലസഭ പ്രവർത്തിക്കുന്നുണ്ട്. ബാലസഭ പ്രവർത്തിക്കുന്നുണ്ട്. 43 ബാലസഭകൾ പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികള് വെക്കേഷൻ സമയങ്ങളിലാണ് കൂടുതലായിട്ട് കുട്ടികളുടെ പ്രവർത്തനങ്ങളും പരിപാടികളും വരുന്നത്. അല്ലാതെ സ്കൂൾ സമയങ്ങളിലൊക്കെ തന്നെ അവധി കാലങ്ങളിൽ നമ്മൾ ചില പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ, കുട്ടികളുടെ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമ്പോൾ കുട്ടികൾ അതിൽ വരാറുണ്ട്. ബാലപാർലമെന്റ്, ബാലപഞ്ചായത്ത് യോഗങ്ങൾ അതിലൊക്കെ പങ്കെടുക്കും. പക്ഷെ അല്ലാതെ കൂടുതലും സജീവമാകുന്നത് വെക്കേഷൻ അവധി കാലങ്ങളിൽ. ഈ കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങൾ പരാതികളായിട്ട് വരുന്നു എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ വരുമ്പോൾ അതിന് തീർപ്പ് കൽപ്പിക്കുന്നത് ആരാ? ഇപ്പം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ രണ്ടു കൂട്ടരെയും വിളിക്കും. അവരെ രണ്ടു കൂട്ടരെയും വിളിച്ചിട്ട് പ്രശ്നങ്ങൾ രണ്ടു കൂട്ടരോടും ചോദിക്കും. പരാതി ഒരാൾ തന്നു കഴിഞ്ഞാൽ അത് മാത്രം ശരിയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ രണ്ടു കൂട്ടരെ ഭർത്താവിനെതിരെയാണെങ്കിൽ ഭർത്താവിനെയും വിളിക്കും. ചിലപ്പോൾ അവരുടെ കുടുംബ അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു. രണ്ടു ഭാഗത്തു നിന്നുള്ള പരാതികൾ കേട്ടതിന് ശേഷമാണ്. വെളിയിൽ നിന്നുള്ള കൗൺസിലേഴ്സ് ആരെങ്കിലും വരുമോ? ഉണ്ട്. ജാഗ്രതാ സമിതിയിൽ വരുന്നത്. നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത് പഞ്ചായത്തിന് കൊടുക്കുമോ? ഇല്ല, അങ്ങനെ കഴിയാത്തതായിട്ട് ഞങ്ങൾക്ക് വന്നിട്ടില്ല. പഞ്ചായത്തിലെ പരാതി വരുന്നത്. പഞ്ചായത്തിലും വരുന്നുണ്ട്. പഞ്ചായത്തിലെ ജാഗ്രതാ സമിതിയിലാണ് വരുന്നത് പരാതികളല്ല. അവിടെ വെച്ച് തീർപ്പാവുന്നത് കൊണ്ടാണ് നമുക്ക് ജനറൽ കോണിലേക്ക് പരാതി വരാഞ്ഞത്. അത് ശരി. ജാഗ്രതാ സമിതി കൂടുതൽ ആക്റ്റീവ് ആയതുകൊണ്ട് ജനറൽ കോണിലേക്ക് പരാതി വരുന്നില്ല. പോലീസിന്റെ അടുത്ത് കംപ്ലൈന്റ്സ് കൊണ്ടുപോകുന്നുണ്ടോ? അതെ, ഒരു കേസ് ഞങ്ങൾ അങ്ങനെ ഇടപെട്ട് പോലീസ് കേസായിട്ട് തന്നെ പോയിട്ടുണ്ട്. കാരണം ജാഗ്രതാ സമിതി വന്നപ്പോഴും പ്രശ്നം തീർന്നില്ല. അപ്പൊ അവരോട് പറഞ്ഞു, ഇങ്ങനെ ഇവിടെ തീർന്നില്ല എങ്കിൽ പോലീസ് സ്റ്റേഷനിലും കോടതിയൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകും. കഴിയുന്നതും പറഞ്ഞു തീർക്കാൻ തന്നെ ശ്രമിക്കും. അതില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ടേ ഉള്ളൂ, കോടതിയിലേക്ക് പോയിട്ടില്ല. അത് ശരി. താങ്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ ഈ ചെണ്ട കൊട്ടുന്നതിന് പുറമെ? സാറേ, സാമ്പത്തികമായ നേട്ടങ്ങളൊന്നും ഇതുവരെ കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു 2 വർഷത്തിന് മുൻപ് ഞങ്ങളുടെ പഞ്ചായത്തും പന്തളം പഞ്ചായത്തിലും കൂടെ ഒരു പുസ്തക സന്ദേശ യാത്ര നടത്തി. അപ്പോൾ ആ പുസ്തക സന്ദേശ യാത്രയിൽ വേറെ ഒരു പഞ്ചായത്തിൽ നിന്നും ഈ വനിതാ ശിങ്കാരിമേള ഗ്രൂപ്പുകാർ ആ സന്ദേശയാത്രയുടെ കൂടെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ നമുക്കും ഇങ്ങനെ ഒരു പരിശീലനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കും ഇങ്ങനെ പ്രോഗ്രാം അവതരിപ്പിച്ച് സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കാമെന്നുള്ളൊരു തോന്നൽ ഞങ്ങൾക്ക് മനസ്സിൽ തോന്നുകയും ആ അഭിപ്രായം നമ്മുടെ ചെയർപേഴ്സണോട് പറഞ്ഞു. അപ്പോൾ ചെയർപേഴ്സൺ തന്നെ ഞങ്ങൾക്ക് ഈ പരിശീലനം ലഭിക്കുന്നതിന് ഒരു
മാഷിനെ ചുമതലപ്പെടുത്തി തന്നു. ഞങ്ങൾ സ്വയം ഫീസ് കൊടുത്ത് ആദ്യം ഒരു 30 പേർ ഉണ്ടായിരുന്നു ഇത് പഠിക്കുന്നതിന്. അപ്പോൾ എല്ലാ ആഴ്ചയിലെ ഞായറാഴ്ചകളിൽ രാവിലെ അതിനുവേണ്ടി പ്രത്യേകം സമയം കണ്ടെത്തി 2 മണിക്കൂർ ഞങ്ങൾ ഈ മാഷിനെയും കൂടെ വരുത്തി പരിശീലനം. വാദ്യോപകരണം എന്ന് പറയാൻ ആദ്യകാലങ്ങളിൽ ഞങ്ങൾ കല്ലേലും പിന്നെ പലകയിലും ഒക്കെയാണ് കുട്ടി പഠിച്ചത്. അപ്പം ഇതെല്ലാം ഞങ്ങൾ ചെയർപേഴ്സണോട് പറഞ്ഞു. ചെയർപേഴ്സൺ ഇത് പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഞങ്ങളുടെ ഈ അഭിപ്രായം വെക്കുകയും അങ്ങനെ പഞ്ചായത്ത് ഞങ്ങൾക്ക് 2 ലക്ഷം രൂപ ഇപ്പൊ അനുവദിച്ച് തന്നിട്ടുണ്ട്. ഈ മാർച്ച് 30-നകം ഞങ്ങൾക്ക് വാദ്യോപകരണം വാങ്ങിച്ചു കിട്ടും. ഈ ചെണ്ട കൊട്ടാൻ പോകുന്നതിന് വീട്ടിലെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? വീട്ടില് നല്ല സപ്പോർട്ടുണ്ട്. പക്ഷെ പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. അമ്മ ഇതിനൊന്നും പോകരുതെന്നാണ് പിള്ളേര് പറയുന്നത്. അവർക്ക് അത് നല്ല കലാപരിപാടിയല്ലേ, അവർക്ക് എന്താ ഇത്ര വിഷമം? അമ്മ ചെണ്ട കൊട്ടുന്നു. പക്ഷെ ഭർത്താവിന് നല്ല സപ്പോർട്ടാ. അത് ശരി. എന്താണ് വീട്ടിലെ സാഹചര്യം? എന്തുകൊണ്ടാണ് കുടുംബശ്രീയിൽ അംഗമാവാൻ തീരുമാനിച്ചത്? കുടുംബശ്രീയിലെ എന്റെ വാർഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ എന്റെ വാർഡിൽ ആകെ ആദ്യം 4 കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ 4 കുടുംബശ്രീ നല്ല രീതിയിൽ പ്രവർത്തിച്ച് വരുന്നത് കണ്ട് ഞങ്ങൾക്കും കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട് പോകണം എന്ന അഭിപ്രായം ഞങ്ങളുടെ വാർഡ് മെമ്പറിനോട് പറയുകയും അങ്ങനെ ഇപ്പം ഞങ്ങളുടെ വാർഡിൽ 14 കുടുംബശ്രീകളുണ്ട്. അല്ല, അതിനു മുമ്പ് എന്ത് ചെയ്യായിരുന്നു താങ്കൾ? അതിനു മുൻപ് എന്റെ ഭർത്താവ് റബ്ബർ ടാപ്പിംഗ് ജോലി ചെയ്യുന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ കറയെടുത്ത് കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ പോകും. ഇപ്പൊ പിന്നെ ഞങ്ങൾക്ക് നമ്മുടെ ഈ ആടുഗ്രാമം വരുന്നതിന് മുൻപ് ഈ 4 കുടുംബശ്രീ ഉള്ള സമയത്ത് ഞങ്ങൾക്ക് 4 കുടുംബശ്രീ യൂണിറ്റുകൾക്കും പഞ്ചായത്തിൽ നിന്നും ആടിനെ കിട്ടിയായിരുന്നു. ഓരോ കുടുംബശ്രീക്കും ഓരോ ആട് വീതം, അല്ല ഓരോ കുടുംബശ്രീക്കും 2 ആട് വീതം. അപ്പൊ ഈ 2 ആടിനെ 20 പേരടങ്ങുന്ന കുടുംബശ്രീക്ക് ഒരു 2 ആടിനെ കൊടുത്തു കഴിഞ്ഞാൽ 2 അംഗങ്ങൾക്ക് ഞങ്ങൾ അത് നറുക്കിട്ട് കൊടുത്തു. അത് പ്രസവിച്ച് കഴിഞ്ഞു പെൺകുട്ടിയാണെങ്കിൽ ഇച്ചിരി ഒരു 2-3 മാസം ആകുമ്പോൾ അടുത്ത 2 പേർക്ക് കുറിയിട്ട് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ 20 പേർക്കും ആടായി. ആ ആട് ഇപ്പോഴും എനിക്കുണ്ട്. 10-25 ആടിന്മേൽ ഞാൻ വിറ്റിട്ടുണ്ട്. ഇപ്പോഴും എന്റെ വീട്ടിൽ 6 ആടുണ്ട്. 6 ആടുണ്ട്. അതിനെ ആരാ നോക്കുന്നത്? ഞാൻ നോക്കുന്നത് എന്റെ ഭർത്താവും നോക്കും. ഈ റബ്ബർ ടാപ്പിംഗ് കഴിഞ്ഞ് വരുമ്പം അതിന് വേണ്ട തീറ്റയും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരും. ഇൻഡിവിജ്വൽ ഗുണഭോക്താക്കളുടെ പ്രോഗ്രാംസ് ആണ് അല്ലേ? വ്യക്തിഗതമായ ഗുണഭോക്താക്കളുടെ ഇതാണ്. ആട് വളർത്തലായാലും പശു വളർത്തലായാലും ഗ്രൂപ്പായിട്ടുള്ള സംരംഭങ്ങൾ കുറവാണോ? അതിന് കാരണം എന്താണ്? ഇപ്പം സംഘകൃഷി ഉണ്ട് അല്ലേ? ഗ്രൂപ്പായിട്ട് കാറ്ററിംഗ് യൂണിറ്റ് 2 യൂണിറ്റ്, കഫേ കാറ്ററിംഗിന്റെ 2 യൂണിറ്റ് ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവരെങ്ങനെ കാറ്ററിംഗ് മാത്രമാണോ ഹോട്ടലായിട്ടാണോ? അല്ല, കാറ്ററിംഗ് മാത്രമായിട്ടാണ്. അത് കുടുംബശ്രീയുടെ മേളകളിലൊക്കെ ദൂര സ്ഥലങ്ങളിൽ പോയി ചെയ്യുന്ന ഒരു ഗ്രൂപ്പുണ്ട്, പിന്നെ പ്രദേശത്ത് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്. അങ്ങനെ 2 ഗ്രൂപ്പായിട്ടാണ്. ആശ്രയ 1ാം ഘട്ടം 2006 ആദ്യത്തെ ഘട്ടം 93 പേരുണ്ടായിരുന്നു. അതിപ്പോ 2010 ആയപ്പോഴത്തെ അത് 60ആയിട്ട് കുറച്ചു. നല്ല കാര്യമാണ്. കുറച്ചിട്ട് ഇപ്പൊ പിന്നെ 3ാമത്തെ ഘട്ടം ആശ്രയ ഇപ്പൊ എടുത്തിട്ടുണ്ട്. അങ്ങനെ ആശ്രയ എല്ലാ മാസവും നല്ല രീതിയിൽ ആശ്രയ പ്രവർത്തിക്കുന്നുണ്ട്. എന്റെ പ്ലാൻ ഫണ്ട് പഞ്ചായത്തിൽ നിന്നുണ്ട്, ചലഞ്ച് ഫണ്ട് ജില്ലാ മിഷന് കിട്ടുന്നുണ്ട്. ഇപ്പം പുതിയ നല്ല രീതിയിൽ ആശ്രയ പദ്ധതി പത്തനംതിട്ട പഞ്ചായത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്തു പറയുന്നു? നിങ്ങളുടെ ഈ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളും കുടുംബശ്രീയുടെ പ്രവർത്തനവുമായിട്ട് എത്രത്തോളം എന്താ പറയാ ഫലപ്രദമാവുന്നുണ്ട്? അതോ നിങ്ങളുടെ പണിയെല്ലാം ഇവർക്ക് കൊടുത്തിട്ട് നമ്മള്? അല്ലല്ല, നമ്മള് പഞ്ചായത്തും കുടുംബശ്രീയുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഇതാണ്. പഞ്ചായത്തിന്റെ ഫണ്ടാണെങ്കിൽ പോലും ഇപ്പം ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുന്നേ കുടുംബശ്രീയിൽ നമ്മൾ ചോദിക്കും എന്താവശ്യങ്ങളുണ്ട്. അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് നമ്മൾ ഫണ്ട് വെക്കാറുണ്ട്. ഇപ്പോഴും ഈ ബജറ്റിലും 30 ലക്ഷം രൂപ കുടുംബശ്രീക്ക് വകയിരുത്തിയിട്ടുണ്ട്. വനിതാ ഘടക പദ്ധതിയായി അതിൽ കുടുംബശ്രീക്ക് കഴിഞ്ഞ പ്രാവശ്യം ആട് ഗ്രാമത്തിന് കൊടുത്തു. പിന്നെ മുട്ടക്കോഴി വളർത്തല്, അങ്ങനെ കുടുംബശ്രീക്ക് നല്ല ഒരു നേരത്തെയൊക്കെ ആദ്യം ജനകീയാസൂത്രണമൊക്കെ തുടങ്ങിയ കാലത്ത് പറയുമായിരുന്നു സ്ത്രീകൾ പഞ്ചായത്ത് മെമ്പർമാരായിട്ടോ അല്ലാതെയോ വരുന്ന സമയത്ത് വലിയ പ്രയാസങ്ങളൊക്കെ നേരിട്ടിരുന്നു. ഭർത്താക്കന്മാരാണ് അവർക്ക് വേണ്ടി തീരുമാനങ്ങളൊക്കെ എടുക്കുക, അല്ലെങ്കിൽ അവരുടെ ഡമ്മി ആയിട്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു പ്രചരണമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അല്ല അങ്ങനെ വല്ലതോ ആണോ? അതോ സ്ത്രീകൾക്ക് സ്വതന്ത്രമായിട്ടും പങ്കെടുക്കാനും കാര്യമാത്രമായിട്ട് പ്രവർത്തിക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ പഞ്ചായത്തില്? ഇപ്പൊ പറ്റുന്നുണ്ട്. അതോ പുരുഷാധിപത്യമല്ല. ഞാനും ഒരു കുടുംബശ്രീ പ്രവർത്തിച്ച് കുടുംബശ്രീയിൽ നിന്ന് വന്ന് ഒരു ജനപ്രതിനിധിയായ ആളാണ്.
ആണ്. അപ്പൊ എത്ര വർഷമായി കുടുംബശ്രീ? ഞാൻ കുടുംബശ്രീയിലായിട്ട് 9 വർഷം. 9 വർഷമായി. അപ്പൊ താങ്കൾ തന്നെ പഞ്ചായത്തിൽ വന്ന മാറ്റം കണ്ടിട്ടുണ്ട്? ഉണ്ട്. ഇപ്പൊ കുറെ കൂടെ സ്ത്രീകളുമായിട്ട് ഒരുമിച്ചിരുന്ന് തീരുമാനം എടുക്കാനുള്ള ഒരു മനസ്ഥിതി പഞ്ചായത്തിൽ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അതോ ഇപ്പോഴാണെങ്കിൽ ഗ്രാമസഭയ്ക്കാണെങ്കിൽ പോലും സ്ത്രീകളുടെ കൂട്ടായ്മയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഗ്രാമസഭ നല്ല രീതിയിൽ നടന്നു പോകുന്നത്. കുടുംബശ്രീ അംഗങ്ങൾ വരുന്നത് കൊണ്ട് നമുക്ക് കോറം തികയാതെ ഒരു ഗ്രാമസഭ പോലും കൂടാൻ പറ്റാത്ത അവസ്ഥ വരുന്നില്ല. ഇപ്പോൾ ഈ CDSലും പഞ്ചായത്തിലും ഒക്കെ നമ്മളുടെ പ്രാതിനിധ്യമൊക്കെ ഉണ്ട്. അവനവൻ്റെ വീടുകളിൽ തീരുമാനം എടുക്കുന്നതിൽ നിങ്ങളുടെ റോൾ എന്താ? അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? മാറ്റം ആവശ്യമാണെന്ന് നേരത്തെ തോന്നിയിട്ടുണ്ടോ? അതാണ് പ്രധാനം. മാറ്റം സാമ്പത്തികമായിട്ട് സ്ത്രീകള് സാമ്പത്തികം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പുരുഷന്മാർക്ക് ഒത്തിരി വിലയുണ്ടല്ലേ? ഇപ്പൊ ഏത് കാര്യത്തിനും നമ്മളോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട്. നമ്മുടെയും കൂടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ ഒരു ഒന്നിച്ചൊരു തീരുമാനം എടുക്കുന്നത്. നമുക്ക് അത്രയും സ്വാധീനം കുടുംബശ്രീ കൂടി നമുക്ക് വന്നു എന്നുള്ളത്. അല്ല, അതെ. ഇപ്പൊ മാഡം ചോദിച്ചത് നിങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ ഇങ്ങനെ ഒരു സ്ഥാനം കിട്ടി. നല്ലതാണ്, അത് നല്ല കാര്യം. വരുമാനം ഉണ്ടാക്കുന്നത് നല്ല ഇതല്ലേ. അല്ലെ, ചില വീടുകളിലെ പുരുഷന്മാരെ കുടിച്ചാന്നെങ്കിൽ പറയും സാറേ, പിന്നെ അവിടെ കുടുംബശ്രീക്ക് വേണ്ടി ഇപ്പൊ ഇവിടെ താമസിക്കാൻ വയ്യാത്ത സ്ഥിതി ആവുമ്പോൾ സാമർത്ഥ്യം കൂടിയിട്ടുണ്ട് എന്ന് പറയാറുണ്ട് ചില വീടുകളിൽ. ഞാനാണെങ്കിൽ പിന്നെ 2000-ലെ ചെയർപേഴ്സൺ പറഞ്ഞത് 2000-ലെ പഞ്ചായത്ത് മെമ്പറായ അന്ന് ഈ കുടുംബശ്രീ ഒന്നും ഞങ്ങളുടെ പഞ്ചായത്തിലില്ല. ഞങ്ങളുടെ സമയത്താണ് 2002 മുതൽ കുടുംബശ്രീ ഇവിടെ ഞങ്ങളുടെ പഞ്ചായത്ത് രൂപീകരിക്കുന്നത്. അപ്പോൾ അന്നെന്ന് പറയുന്ന ഓരോ വാർഡിൽ കുടുംബശ്രീ രൂപീകരണം, കുടുംബശ്രീയെ പറ്റി പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ആ വനിതകളെ 20 പേരെ സംഘടിപ്പിച്ച് കൊണ്ടുപോയി ഒരുപാട് ബുദ്ധിമുട്ടി ഒരു യൂണിറ്റ് രൂപീകരിക്കാൻ. കാരണം അവരോട് പറഞ്ഞു അവർ വരത്തില്ല, അവരുടെ വീടുകളിൽ നിന്ന് പുരുഷന്മാരെ സ്ത്രീകളെ വിടത്തില്ല കുടുംബശ്രീയിലോട്ട്. അപ്പോൾ അങ്ങനെ വന്ന് 1, 2, 3 കുടുംബശ്രീയൊക്കെ ഓരോ വാർഡുകളിൽ അങ്ങനെ തട്ടിയും മുട്ടിയും രൂപീകരിച്ച് കഴിഞ്ഞതിന് ശേഷം അവരുടെ പ്രവർത്തനം കണ്ടുകൊണ്ട് പിന്നെ സ്ത്രീകൾക്ക് തന്നെ തോന്നി കുടുംബശ്രീ രൂപീകരിച്ചാൽ കൊള്ളാം. അങ്ങനെ എൻ്റെ വാർഡിലാണ് ഞാൻ ആദ്യമേ 2 കുടുംബശ്രീ രൂപീകരിച്ച ഒരുപാട് ബുദ്ധിമുട്ടിയാണ്. ഞാനന്ന് പഞ്ചായത്ത് മെമ്പറായിട്ടിരുന്ന എല്ലാ വീടുകളിലും പോയി അവരുടെ ഭർത്താക്കന്മാരോടും പറഞ്ഞ് പെണ്ണുങ്ങളെയും പറഞ്ഞ് ഒരുമാതിരിയൊക്കെ പറഞ്ഞ് അവർ ട്രെയിനിങ് തന്നെ യഥാർത്ഥത്തിൽ നടത്തി അവരെ ഈ രംഗത്തോട്ട് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് പിന്നെ അവരെന്നോട് നേരിട്ട് പറയാൻ തുടങ്ങി, മെമ്പറെ നമുക്കൊരു കുടുംബശ്രീ രൂപീകരിക്കണം, അതിന് പഞ്ചായത്തിൽ എന്തോ സഹായമുണ്ട്, എന്തോ വേണം. അങ്ങനെ എൻ്റെ വാർഡിൽ ഇപ്പോൾ 11 കുടുംബശ്രീ ഉണ്ട്. പിന്നെ പഞ്ചായത്ത് മെമ്പർ അതിന് കഴിഞ്ഞ് ഞാൻ 2005 കഴിഞ്ഞ് അതിന് ശേഷം ഇന്ന് വരെ CDSൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ വാർഡിലും കുടുംബശ്രീ ഇതുപോലെ വരുന്ന കുടുംബശ്രീ. താങ്കളുടെ കുടുംബത്തിലെ പശ്ചാത്തലം എന്താണ്? എങ്ങനെയാണ് ഇതിലോ ഇങ്ങനെ ഈ കുടുംബശ്രീ രംഗത്ത് ഇറങ്ങിയത് എന്നുള്ളത്? രംഗത്ത് പറഞ്ഞാൽ വന്ന വനിതാ വാർഡായപ്പോൾ എൻ്റെ വാർഡിൽ ഞാനൊരു സാമൂഹ്യ പ്രവർത്തകൻ അതിന് മുമ്പേ മുതലേ ആയിരുന്നു. ഈ 2000-ലെ ഇലക്ഷന് മുമ്പേ മുതലേ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പാർട്ടിക്കാർ എന്നെ പഞ്ചായത്ത് മെമ്പറായിട്ട് നോമിനേറ്റ് ചെയ്ത് അങ്ങനെ ജയിച്ചു. വിജയത്തിന്റെ തട്ടിലേക്ക് പന്തളം തെക്കേക്കര കയറിയോ എന്നറിയണ്ടേ? മാർക്സ് ചോദിക്കാം. പന്തളം തെക്കേക്കരയുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ ശ്രദ്ധാപൂർവം കേട്ടു. പിന്നെ ഫിലിമും കണ്ടു. ആടുഗ്രാമം നല്ലൊരു വിജയകരമായിട്ട് ഒരുപാട് കൂടുതൽ ആടുകളെ ഉൽപ്പാദിപ്പിച്ച് നൽകുന്ന ഒരു കേന്ദ്രമാവാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. ക്ഷീരപദ്ധതി, ബഡ്സ് സ്കൂൾ, നേരത്തെ ടീച്ചർ പറഞ്ഞ മാതിരി ബഡ്സ് സ്കൂളിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ടീച്ചറുടെ പരിശീലനം, അമ്മമാരുടെ സാന്നിധ്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. എൻ്റെ മാർക്ക് 25-ൽ 17. 25-ൽ 17 മാർക്ക്. നിവേദിത മാം. പന്തളം തെക്കേക്കര CDSന് ഞാൻ നൽകുന്നത് 25-ൽ 16 മാർക്ക്. 25-ൽ 16 മാർക്ക്. മിനി മാം. പന്തളം തെക്കേക്കരയിൽ എനിക്ക് ഏറ്റവും സന്തോഷകരമായി തോന്നിയത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടും ആ മാറ്റം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പ്രത്യേകിച്ച് ചെയർപേഴ്സൺ പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒറ്റയ്ക്ക് പ്രവർത്തിച്ചതും പിന്നീട് കുടുംബശ്രീയോടൊപ്പം പ്രവർത്തിക്കുന്നതുമായ മാറ്റങ്ങൾ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മൊത്തത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് ഞാൻ നൽകുന്നത് 25-ൽ 16 മാർക്ക്. 25-ൽ 16. വിജയ മാം. 15-ൽ 9. വിമല മാം. എനിക്ക് നിങ്ങളുടെ ആത്മവിശ്വാസം വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും വളരെ ഭംഗിയായിട്ട് ഉള്ളിലുള്ളത് പറയാനുള്ള ആ ഒരു മനസ്സും ധൈര്യവും അത് വളരെ നന്നായിട്ടുണ്ട്. അത് ദാറ്റ് വിൽ ടേക്ക് യു പ്ലേസസ്. പിന്നെ വേറൊരു സംഗതി, ബഡ്സിൻ്റെ കാര്യം പറഞ്ഞത് ഒന്നും കൂടെ ശ്രദ്ധിക്കണം.
വേറൊന്നുമല്ല, ഈ ഒരു 16 വയസ്സ് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന ജോലികൾ ചെയ്യാനായിട്ടുള്ള ഒരു ചുറ്റുവട്ടം ഉണ്ടാക്കി കൊടുക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ആ രീതിയിൽ അവരെ എൻഗേജ് ചെയ്യുക. അതിൽ കൂടി എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ടുള്ള, ഇപ്പോൾ ഫാൻസി തിങ്സൊക്കെ ഉണ്ടാക്കില്ലേ നമ്മൾ, കൗതുക വസ്തുക്കളൊക്കെ ഉണ്ടാക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു ട്രെയിനിങ് സെൻറ്റർ അതിനോടുകൂടി ചേർക്കുക. അമ്മമാരും വേണമെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന അമ്മമാർക്കും അതിൽ ചേർന്ന് അവരുടെ എന്തെങ്കിലും ഔട്ട്പുട്ട് അതിലേക്ക് വരാം. പിന്നെയുള്ളത് എനിക്ക് വളരെ സന്തോഷം തോന്നിയത് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, വീടും പ്രവർത്തന മണ്ഡലവും ഒന്നിച്ചു പോകുന്നത് കൊണ്ട് വലിയ ക്ലാഷ് ഇല്ലാതെ പോകാൻ പറ്റൂല്ലേ? അതാണ് ഏറ്റവും ആവശ്യം. ഒരു കുടുംബം ഭദ്രമായിട്ട് പോകണമെങ്കിൽ അതിനകത്ത് ഛിദ്രങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അത് അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ ഒരേ മനസ്സോടുകൂടി സ്ത്രീയും പുരുഷനും ഒന്നിച്ച് വർക്ക് ചെയ്താലേ നമുക്ക് ഉദ്ദേശിച്ച കാര്യം നടത്താൻ പറ്റുള്ളൂ. അത് വളരെ ഒരു അനുയോജ്യമായ ഒരു കാലാവസ്ഥ അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ 10-8 മക്കളാണ്. പന്തളം തെക്കേക്കരയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും വേണ്ട നിർദ്ദേശങ്ങളും ഒക്കെ ജഡ്ജസ് നൽകി കഴിഞ്ഞു. ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ടോട്ടൽ മാർക്സ് അറിയാം. 100-ൽ 66 മാർക്ക്. ഒരിക്കൽ മാത്രമുള്ള ജീവിതം എക്കാലത്തും പ്രസക്തമാകുന്നത് അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ജീവിതമാകുമ്പോഴാണ്. നിസ്വാർത്ഥ സേവനത്തിന്റെ പതിരില്ലാ കഥകൾ തുടരുകയാണ്. ഇനി ഞങ്ങൾ പറയാം റിയാലിറ്റി ഷോയുടെ മറ്റൊരു എപ്പിസോഡിലൂടെ നമ്മൾ വീണ്ടും കാണും. അതുവരെ നന്ദി, നമസ്കാരം. തിത്തോം തെയ്താരാ തകതയ്യത്തിനന്താരാ അത്തം പൂത്തിറങ്ങി താര അഞ്ഞാഴി പൂവിരിഞ്ഞേ ചിത്തിര കതിരു കണ്ടേ താര ചന്ദിരൻ പൂക്കും പോലെ അത്തം പൂത്തിറങ്ങി താര അഞ്ഞാഴി പൂവിരിഞ്ഞേ ചിത്തിര കതിരു കണ്ടേ താര ചന്ദിരൻ പൂക്കും പോലെ ചിത്തോം തെയ്താരാ തകതൈതകതാരാ തിത്തോം തെയ്താരാ തകതയ്യത്തിനങ്കാരാ